ഗുഡ് മോർണിംഗ്. ഞാൻ രജീഷ് പി. ഞാൻ ഈ മിലിറ്ററി നേഴ്സിംഗ് സർവീസിലേക്ക് എങ്ങനെ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് പിന്നെ അതിൻ്റെ ക്രൈറ്റീരിയയെ പറ്റി വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം 2023-24 വർഷത്തേക്കുള്ള MNS അതായത് മിലിറ്ററി നേഴ്സിംഗ് സർവീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം അതിൻ്റെ എക്സാം കഴിഞ്ഞു. പിന്നെ അതിൻ്റെ റിസൾട്ടും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത 2024-25 വർഷത്തേക്കുള്ള നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ ഡിക്ലെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ അവർ BSc നേഴ്സിങ്ങോ അതുപോലെ തന്നെ MSc നേഴ്സിങ്ങോ കംപ്ലീറ്റ് ആയവരുണ്ടെങ്കിൽ, അതായത് 21 വയസ്സ് പൂർത്തിയായവർ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനെ അപ്ലിക്കേഷൻ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി നമുക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയും. ഇതിന് വേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതായത് ഈ MNSനും അതുപോലെ തന്നെ മിലിറ്ററി നേഴ്സിംഗ് ഫീൽഡ്, അതുപോലെ തന്നെ മിലിറ്ററി സൈനിക് സ്കൂൾ, പിന്നെ അതുപോലെ തന്നെ നീറ്റ് എക്സാമിനേഷൻ നടത്തുന്ന ഒരു ടീമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഈ NTA എന്നറിയപ്പെടും. ഈ NTA അതോറിറ്റിയാണ് ഇതിൻ്റെയും എക്സാം നടത്തുന്നത്. ഇതിനു വേണ്ടി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? ഈ NTA സൈറ്റിൽ പോയി നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ നമ്പർ പ്രകാരം നമുക്ക് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം, ആക്സസ് ചെയ്യാൻ കഴിയും. ആ ലോഗിൻ ചെയ്തതിന് ശേഷം ഉദ്യോഗാർത്ഥി അവരുടെ ഡാറ്റ വളരെ ശ്രദ്ധാപൂർവം ഫില്ല് ചെയ്യണം. പിന്നെ അനുബന്ധ ഡോക്യുമെൻ്റ്, സിഗ്നേച്ചർ, ഫോട്ടോ ഇതെല്ലാം അതിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ NTA അതോറിറ്റി അതിൻ്റെ സ്ക്രൂട്ടനൈസ് ചെയ്യും. സ്ക്രൂട്ടനൈസ് പൂർത്തിയായതിനു ശേഷം ഉദ്യോഗാർത്ഥികൾ അവർക്ക് അഡ്മിറ്റ് കാർഡ് പ്രിപ്പയർ ചെയ്യും. നമുക്ക് തന്നെ ഈ NTA സൈറ്റ് കയറി നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്താൽ അഡ്മിറ്റ് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ അഡ്മിറ്റ് കാർഡിൽ നൽകിയ സ്കൂൾ വെച്ച് നമുക്ക് എക്സാം അപ്പിയർ ചെയ്യാം. എക്സാം തികച്ചും ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. അതായത് ഈ നേഴ്സിംഗ് ഫീൽഡിനെ പറ്റിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജിനെ പറ്റിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ് എബിലിറ്റി പറ്റിയുള്ള വളരെ ഒരു ചെറിയ രൂപത്തിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇതിന് ഉണ്ടാവുക. ഇതിന് നെഗറ്റീവ് മാർക്കില്ല. ഇങ്ങനെയുള്ള എക്സാം പാസ്സായ 50% മാർക്ക് കിട്ടുന്നവരെ നെക്സ്റ്റ് സെലക്ഷൻ പ്രോസസ്സായ ഇൻ്റർവ്യൂവിനും വിളിക്കുന്നതായിരിക്കും. ഓരോ ഉദ്യോഗാർത്ഥിക്കും ലഭിച്ച മാർക്കും അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ എക്സാമിനേഷൻ എഴുതിയത് ആ എക്സാമിനേഷൻ്റെ OMR ഷീറ്റും NTA അവരുടെ സൈറ്റിൽ ഡിസ്പ്ലേ ചെയ്യും. ഓരോ ഉദ്യോഗാർത്ഥിക്കും അവരവരുടെ അഡ്മിഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്താൽ എക്സാമിൻ്റെ മാർക്കും വെരിഫൈ ചെയ്യാൻ കഴിയും. എക്സാം സെലക്ഷൻ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻ്റർവ്യൂ പ്രോസസ്സാണ്. ഇൻ്റർവ്യൂവിന് വിളിക്കുക മാക്സിമം ഇൻ്റർവ്യൂ നടക്കുക ഡൽഹിയിൽ വെച്ചാണ്. ഈ ഡൽഹിയിൽ നമുക്ക് ഇൻ്റർവ്യൂവിന് പോകേണ്ട നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് എത്രയാണോ അതും അതോറിറ്റി നൽകുന്നതായിരിക്കും. ഇൻ്റർവ്യൂ പാസ്സായവരെ നെക്സ്റ്റ് പ്രോസസ്സാണ് മെഡിക്കൽ ടെസ്റ്റ്. ഈ മെഡിക്കൽ ടെസ്റ്റ് നമ്മൾ ഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വേക്കൻസി പ്രകാരം അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ ഇനീഷ്യൽ അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റനൻറ്റ് പോസ്റ്റിലാണ് നമ്മുടെ ഓരോ അപ്പോയിൻമെൻറ്റും ഉണ്ടാവുക. 14 വർഷത്തേക്കാണ് ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ്. ഇതാണ് MNSൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് തയ്യാറെടുക്കുക എന്നുള്ളത് ഇതിനെ പറ്റിയുള്ള ചെറിയൊരു വിശദീകരണം. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഈ BSc നേഴ്സിങ്ങും അതുപോലെ തന്നെ MSc നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.